अल्लाह अकबर अल्लाह अकबर अल्लाह अकबर अल्लाह अकबर अशहदु अन ला इलाहा इल्लल्लाह अशहदु अन ला इलाहा इल्लल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह अशहदु अन्ना मुहम्मदर रसूलुल्लाह हय्या अलस्सलाह हय्या अलस्सलाह हय्या अलल फलाह हय्या अलल फलाह अल्लाह अकबर अल्लाह अकबर ला इलाहा इल्लल्लाह अस्सलामुअलैकुम रहमतुल्लाह। अशहदु अन ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना
غير المغضوب عليهم ولا الضالين. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخشى إلا الله فعسى أولئك أن يكونوا من المهتدين. इसका तर्जुमा है इस आयत का कि अल्लाह की मसाजिद तो वही बात करता है. അർത്ഥം ഇപ്രകാരമാകുന്നു. ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ മാത്രമേ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുകയുള്ളൂ. അത്തരക്കാർ നേർമാർഗം പ്രാപിക്കുന്നവരിൽ പെട്ടവരായേക്കാം എന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന സംസ്ഥാനത്ത് അഹമ്മദിയ ജമാഅത്തിന് തങ്ങളുടെ മസ്ജിദ് നിർമ്മിക്കാൻ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളിൽ നിന്ന് ചില കുടുംബങ്ങൾ 40 വർഷത്തിന് മുകളിൽ, ചിലപ്പോൾ 50 വർഷങ്ങളായി കാണും. എന്നിരുന്നാലും ഇവിടെ 25 മുതൽ 30 വർഷമായി വസിക്കുന്നവരാണ്. അവർ അധികമായി വരും. എന്നാൽ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് ഇപ്പോഴാണ് ലഭിച്ചത്. ഇതിനു മുമ്പ് ഒരു സെന്റർ ഉണ്ടായിരുന്നു. നമസ്കരിക്കുന്നതിനും ഹാളും മിഷൻ ഹൗസും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ കാരണത്താലായിരിക്കാം മസ്ജിദ് നിർമ്മാണത്തിലേക്കുള്ള ശ്രദ്ധ കുറവുണ്ടായത്. തർബിയത്തിന്റെ അടിസ്ഥാനത്തിലും ജമാഅത്തായി ഒരു സ്ഥലത്ത് ഒത്തുചേരുന്നതിന്റെ അടിസ്ഥാനത്തിലുമുള്ള ആവശ്യകത പൂർത്തിയാകുന്നുണ്ടായിരുന്നു. എന്നാൽ മസ്ജിദിന് തന്റേതായ പ്രാധാന്യമുണ്ട്. മസ്ജിദിന്റെ മിനാറുകൾ, കുംഭകൾ, കെട്ടിടം ഒരു വ്യത്യസ്തമായ സ്വാധീനം ജമാഅത്തങ്ങളിലും ചുറ്റുപാടിലും അന്യരിലും ഉണ്ടാകുന്നു. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനായി പുതുമയാർന്ന മാർഗങ്ങൾ തുറക്കപ്പെടുന്നു. തബ്ലീഗിനായി പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഈ കാരണത്താലാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം മസ്ജിദുകൾ നിർമ്മിക്കുന്നതിലേക്കായി വളരെയധികം ശ്രദ്ധ ചെലുത്തിയത്. ഇതുപോലെ ജമാഅത്തിന്റെ ഒരു ഐക്യം ഉടലെടുക്കുന്നതാണ്. അവിടെ തബ്ലീഗിനായും വിശാലത ഉടലെടുക്കുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഇപ്രകാരം പറഞ്ഞു എന്നതും ശരിയാണ്. അതായത്, കുറഞ്ഞ ചെലവിൽ ചെറിയ മസ്ജിദ് തന്നെയായാലും മസ്ജിദ് നിർമ്മാണം നിർബന്ധമാണ്. ഈ കാരണത്താൽ ചില മനസ്സുകളിൽ ചിന്ത ഉടലെടുക്കുന്നതാണ്: നാം ഇത്ര വലിയ മസ്ജിദുകൾ അല്ലെങ്കിൽ മസ്ജിദുകൾ എന്തുകൊണ്ട് നിർമ്മിക്കുന്നു? എന്തെന്നാൽ ഇപ്പോൾ ചില ജമാഅത്തുകളിൽ നിന്ന് മസ്ജിദിന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ചിലരുടെ സംവിധാനങ്ങൾ പൂർത്തിയാകുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് സ്വരുക്കൂട്ടുന്നു. ചിന്ത ഉടലെടുക്കുന്നതാണ്: ചെറിയ മസ്ജിദാണെങ്കിൽ ഈ പണം കൊണ്ട് ധാരാളമായി മസ്ജിദുകൾ നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ ഒരു അടിസ്ഥാന തത്വം നമ്മുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. അത് ഇന്നമൽ അഅ്മാലു ബിൽ നിയ്യാത്ത് എന്നതാണ്. അതായത്, പ്രവൃത്തി ഫലം ഉദ്ദേശത്തിലടങ്ങിയിരിക്കുന്നു. ബാങ്കൂവർ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഏറ്റവും വലിയ നഗരമാണ്.
അഹമ്മദികളുടെ അംഗസംഖ്യയും എന്റെ അറിവിൽ ഈ നഗരത്തിൽ കൂടുതലാണ്, ഈ സംസ്ഥാനത്തിലും. നിങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വലിയ മസ്ജിദല്ല. എന്നാൽ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കുന്നു. ഇതും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്ഥലവും വിശാലതയുള്ളതായിരിക്കണമെന്നാണ്. നമ്മുടെ സ്ഥലത്തിന്റെ വിസ്താരം ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമയുടെ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ അള്ളാഹു പറയുന്നു, വസിയു മകാനക, നീ നിന്റെ കെട്ടിടത്തെ വിസ്താരമുള്ളതാക്കുക. കെട്ടിടത്തിന്റെ വിശാലത വീടുകളിൽ അതിഥികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ ആഗമനത്തോടെയോ ജലസ കാരണത്താലുമല്ല, മറിച്ച് മസ്ജിദുകളുടെ വിസ്താരത്തിലേക്കും ഇത് നിർബന്ധമാണ്. ഈ ഇൽഹാം മസ്ജിദിന്റെ വിസ്താരവും ഉൾപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഇബ്രാഹിം എന്ന് പറഞ്ഞ് അഭിമുഖീകരിച്ചിരിക്കുന്നു. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുഖാന്തരം കാബ മന്ദിരത്തിന്റെ നിർമ്മാണമുണ്ടായി. അള്ളാഹുവിന്റെ ആദ്യത്തെ ഗ്രഹത്തെ തൗഹീദിന്റെ സ്ഥാപനത്തിനായി രണ്ടാമതും അതിന്റെ അടിത്തറയിൽ പടുതുയർത്തി. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിലൂടെ ഈ ലോകം അറിയുന്നതാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇസ്ലാമിന്റെ പുനരുദ്ധാരണം അദ്ദേഹത്തിലൂടെയാണ് സംഭവിച്ചത്. ആത്മീയ നിലയിൽ കാബ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ദേശം ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിലൂടെയാണ് പൂർത്തിയാകുന്നത്. ലോകം ഇത് അറിയുന്നതാണ്. മസ്ജിദുകൾ ചില ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്നതിനായിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഏകനായ ദൈവത്തെ ആരാധിക്കാനായി ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്ന കാരണത്താലും നമുക്ക് മസ്ജിദ് നിർമ്മാണത്തിലേക്കും കൂടുതലായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ വസ്തുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ നീയത്താണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി ചെയ്യപ്പെടുന്നു. നമ്മുടെ നീയത്ത് അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കലാകുന്നു, അവന്റെ സന്ദേശത്തെ വ്യാപിക്കുക, അധികമധികമായി ജനങ്ങളെ അള്ളാഹുവിന്റെ ഏകത്വത്തിന് കീഴിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ അവസ്ഥകളിലും നമ്മുടെ സന്താനങ്ങളുടെ അവസ്ഥകളിലും ആത്മീയ വിപ്ലവം സംജാതമാക്കുകയാണ്. ഈ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സ്വയവും തങ്ങളുടെ സന്താനങ്ങളെയും ഏകനായ ദൈവത്തിന്റെ മുന്നിൽ കുനിയുന്നവരാക്കി മാറ്റുകയാണ്. നമസ്കാരം നിലനിർത്തുന്നതിനായി തങ്ങളുടെ പരിപൂർണ പരിശ്രമത്തെ പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. മസ്ജിദുകളെ ഈ ഉദ്ദേശത്തോടുകൂടി അതിന്റെ കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുതാണ് എന്ന് തോന്നുന്ന രീതിയിൽ നിറയ്ക്കുക. ഈ നീയത്താണെങ്കിൽ വലിയ മസ്ജിദുകൾ ആഡംബരമാകുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതായി മാറുന്നതാണ്. ഇൻഷാ അല്ലാഹു തആല എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ഈ സ്ഥലത്ത് വസിക്കുന്നവർ ആരാണ് ഈ മസ്ജിദിനെ ജനനിബിഡമാക്കേണ്ടത്, അവർ ഈ നീയത്തോടുകൂടി മസ്ജിദിന്റെ കടമ നിറവേറ്റുന്നവരായി മാറുമ്പോൾ
ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും സന്ദേശത്തെ എത്തിക്കുന്നവരായി മാറുന്നതാണ്. തങ്ങളുടെ ആത്മീയ പുരോഗതി കരസ്ഥമാക്കുന്നവരായി മാറുന്നു. को खुदाए वाहिद से जोड़कर തങ്ങളുടെ സന്താനങ്ങളെ ഏകനായ ദൈവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ദീനും ദുനിയാവും മനോഹരമാക്കി തീർക്കുന്നവരായി മാറുന്നു. करते हुए उसके इनामात അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കിക്കൊണ്ട് തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കുന്നതായി കാണുന്നവരായി മാറുന്നതാണ്. जब नीयत सिर्फ और सिर्फ അള്ളാഹുവിന്റെ അനുഗ്രഹ മഴ വർഷിക്കുമ്പോൾ उसकी നീയത്ത് അവന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന് മാത്രമാകുന്നു. പിന്നീട് कई मसाजिद ഓരോരോ നഗരത്തിലും अल्लाह ताला देता है। വിവിധങ്ങളായ മസ്ജിദുകൾ നിർമ്മിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നീയത്ത് तामीर के लिए हमने 30-40 साल അടുത്ത മസ്ജിദിനായി बल्कि इस 30-40 വർഷം കാത്തിരിക്കാതെ ഇതുപോലുള്ള വിവിധ മസ്ജിദുകളുടെ കെട്ടിടങ്ങളെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. बात करके अल्लाह ताला की इबादत का നാം മസ്ജിദിനെ ജനനിബിഡമാക്കിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ആരാധനയുടെ കടമ നിറവേറ്റിക്കൊണ്ടും जिंदगियों അവന്റെ ആജ്ഞകളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തിക്കൊണ്ടും अपने पर മസ്ജിദിന്റെ പര്യാപ്തതയെ के फजलों की वुसअत का जरिया बनाना നികത്തിക്കൊണ്ട് തങ്ങളുടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുന്നതാണ്. बस अगर आज हम അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്ന മാർഗമാക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നാം ഈ നീയത്തോടുകൂടി നമ്മുടെ മസ്ജിദിന്റെ പ്രാരംഭം കുറിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം ഇതുവരെ बाकायदा मस्जिद ना बनाने की कमजोरी का നിരന്തരമായി മസ്ജിദ് നിർമ്മിക്കുന്നതിനുള്ള ബലഹീനതയെ ദൂരീകരിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരായി മാറുന്നു. ഈ രാജ്യത്ത് ഏതെല്ലാം പ്രദേശത്താണ് മസ്ജിദുകളുടെ കുറവുള്ളത് അവിടെയും ഈ മസ്ജിദിന്റെ പ്രാരംഭത്തോടുകൂടി ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. ഇതിൽ വാഗ്ദാനമുണ്ടാകുന്നതാണ്. ഓർക്കുക, ഞാൻ പറഞ്ഞതുപോലെ ഈ മസ്ജിദ് തന്റെ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുന്നു. वो मुकाम हासिल नहीं कर सकते സെന്ററുകളും ഹാളുകളും मस्जिद का है। മസ്ജിദിന്റെ സ്ഥാനം കരസ്ഥമാക്കുന്നതല്ല. एक जगह जमा हो जाने के लिए ജമാഅത്തിന് जगह मैसर आ जाती है। ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിനായി नाम के साथ സ്ഥലം ലഭ്യമാകുന്നു എന്നതിൽ സംശയമില്ല. ताल्लुक पैदा हो എന്നാൽ മസ്ജിദിന്റെ നാമത്തോടുകൂടി जज्बात की ഒരു ആത്മീയ ബന്ധം സ്ഥാപിതമാകുന്നു, बगैर ഒരു ആവേശം കരഗതമാകുന്നു. ഈ കാര്യം മസ്ജിദിലൂടെയല്ലാതെ കരഗതമാകുകയില്ല. ഇത് മാനുഷിക ആത്മാവാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എവിടെ സ്ഥലം വാങ്ങിയിട്ടുള്ളത് അവിടെ സെന്റർ സ്ഥാപിക്കുന്നതിന് പകരമായി, ഹാൾ നിർമ്മിക്കുന്നതിന് പകരമായി മസ്ജിദ് നിർമ്മിക്കുക. जमात के बारे में കാനഡയിൽ ഒരു ജമാഅത്തിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായി, അവരുടെ കൈവശം സ്ഥലമുണ്ട്, തുക കൊണ്ട് ഹാൾ നിർമ്മിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് നന്ദി, അവരോട് രണ്ടാമത് അഭിപ്രായം ആരാഞ്ഞപ്പോൾ മസ്ജിദ് നിർമ്മിക്കുന്നതിനായി അവിടെയുള്ള ഭൂരിപക്ഷ വിഭാഗം താൽപര്യം പ്രകടിപ്പിക്കുന്നതായി കണ്ടു. അള്ളാഹു ഈ മുഴുവൻ ജമാഅത്തുകൾക്കും अपनी मसाजिद बनाने की तौफीक दे। जहाँ जहाँ തങ്ങളുടെ മസ്ജിദുകൾ നിർമ്മിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എവിടെയെല്ലാമാണ് മസ്ജിദ് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള പദ്ധതികൾ നടന്നുവരുന്നത്. की तमीर के बाद തീർച്ചയായും മസ്ജിദുകളുടെ നിർമ്മാണത്തിന് ശേഷം ജമാഅത്തിന്റെ തബ്ലീഗിന്റെ മാർഗങ്ങളും തുറക്കപ്പെടുന്നതാണ്, मैंने वेलेंसिया की मस्जिद का इफ्ताह किया था തുറന്നുകൊണ്ടിരിക്കുന്നു. कि मार्च के കഴിഞ്ഞ മാസം ഞാൻ വലൻഷിയയിലെ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. അതായത് മാർച്ച് മാസം അവസാനം. उसके मुताबिक അതിനെ സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ അമുസ്ലിങ്ങൾക്കും ഇതിലേക്ക് ശ്രദ്ധ വരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചും वहाँ गैर जमात मुसलमान അവർ മനസ്സിലാക്കുന്നു. नमाज़ें पढ़ने के लिए आते हैं। അവിടെ अनहमदी മുസ്ലിങ്ങളും നമസ്കരിക്കുന്നതിനായി വരുന്നു, इंशाअल्लाह ताला ജമാഅത്തിന്റെ സന്ദേശങ്ങൾ കരസ്ഥമാക്കുന്നു. सईद फितर ഇൻഷാ അല്ലാഹ് अहमदियत यानी ഇതിലെ സ്വാത്വികന്മാർക്ക് അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് അള്ളാഹു തൗഫീക്ക് നൽകുന്നതായിരിക്കും. जो खुदा ताला ने काम लगाए हुए हैं ഹസ്രത്ത് മസീഹ് മഊദ് അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്തത്തിൽ അള്ളാഹു നൽകിയ ജോലികൾ, അവയിലൊന്ന് മുസ്ലിങ്ങളെ യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നൽകുക എന്നതാണ്. मोहम्मद मुस्तफ़ा सल्लल्लाहु
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിൽ ഒരുമിച്ച് കൂട്ടുക, उस शरीयत को लागू किया जाए അദ്- जो आप पर उतरी थी। അദ്ദേഹത്തിൽ അവതരിച്ച ശരീഅത്ത് പ്രാവർത്തികമാക്കുക. मसीह अलैहिस्सलाम को അള്ളാഹു फरमाया ഹസ്രത്ത് മസീമദ് അലൈഹി സ്വലാമിന് ഇൽഹാം നൽകിക്കൊണ്ട് പറഞ്ഞു, अला दीन ഭൂമിയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അലാ ദീനിൻ വാഹിദയുടെ അടിസ്ഥാനത്തിൽ സുസംഘടിതരാക്കുക. ഹസ്രത്ത് മസീമദ് അലൈഹി സ്വലാം ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ ആജ്ഞ ഭൂമിയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അലാ ദീനിൽ വാഹിദയുടെ അടിസ്ഥാനത്തിൽ സുസംഘടിതരാക്കുക. ഇത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആജ്ഞയാകുന്നു. പിന്നീട് അദ്ദേഹം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഏതുപോലെ അള്ളാഹു ഹസ്രത്ത് ഇബ്രാഹിമിനായി ജ്വലിക്കുന്ന അഗ്നിയോട് പറയുകയുണ്ടായി, ബർദം വസ്സലാമ, തണുക്കുകയും രക്ഷയ്ക്ക് കാരണമായി മാറുകയും ചെയ്യുക. അങ്ങനെ തന്നെ പൂർത്തിയാവുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഈ ആജ്ഞ എന്റെ ഈ ഇൽഹാമിലുള്ളത് ഇതും ഇതുപോലുള്ളതാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നത് ഭൂമിയിലുള്ള മുസ്ലിങ്ങളെ അലാ ദീനിൽ വാഹിദയിൽ जमा हो और वो होकर रहेंगे। സുരുക്കൂട്ടുകയെന്നാണ്. इससे ये मुराद नहीं അത് സംഭവിക്കുന്നതാണ്. कि उनमें कोई ഇതിന്റെ ഉദ്ദേശം कभी इख्तिलाफ न रहे। അവരിൽ യാതൊരുവിധ അഭിപ്രായ ഭിന്നത ഉണ്ടാകുകയില്ല എന്നല്ല, അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നതാണ്. എന്നാൽ അത് വിശദീകരണത്തിന്റെയോ ആക്ഷേപിക്കേണ്ടതിന്റെയോ ആവശ്യമുണ്ടാകില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളെ ഏവർക്കും വേണ്ടിയുള്ള നേരായ മാർഗം जरिया से ही ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിലൂടെയാണ് ലഭിക്കുന്നത്. और इस शहर में भी ഈ രാജ്യത്തും ഈ നഗരത്തും यकीनन ലക്ഷക്കണക്കിനും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ വസിക്കുന്നു. തീർച്ചയായും ഈ മസ്ജിദ് इस मस्जिद की तामीर അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതാണ്. मनफी और मुस्बत ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും രണ്ട് രീതിയിലും മുസ്ലിങ്ങളിലും അമുസ്ലിങ്ങളിലും സംസാര വിഷയമാകുന്നതാണ്. ഈ സംസാരത്തിലൂടെ നിങ്ങളുടെ തബ്ലീഗിന്റെ മാർഗം അധികമായി തുറക്കുന്നതാണ്. ये भी आपको अपने आप को तैयार करना होगा। ഇതിനായി സ്വയം ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് മസ്ജിദ് നിർമ്മിക്കുന്നതിലൂടെ ഒന്നിനു പുറമെ മറ്റൊരു ഉത്തരവാദിത്തം നിങ്ങളുടെ മേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തബ്ലീഗിന് വേണ്ടി कि जब आप अपने आप को तैयार करेंगे, നിങ്ങളെ തയ്യാറാക്കുമ്പോൾ से तैयार करेंगे എവിടെയാണ് വിജ്ഞാനാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പ് നടക്കുന്നത്, അവിടെ വിജ്ഞാനത്തോടൊപ്പം സ്വഭാവ വൈശിഷ്ട്യത്തെ ഉന്നതതലത്തിലേക്ക് എത്തിക്കുന്നതിലേക്കും ശ്രമിക്കുന്നതാണ്. आपके करीब भी कोई नहीं आएगा। അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം കാരണത്താൽ നിങ്ങളുടെ സമീപത്ത് ആരും തന്നെ വരുന്നതല്ല. അതുകൊണ്ട് മസ്ജിദിന്റെ നിർമ്മാണത്തോടെ വ്യക്തിപരമായ നിലയിൽ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു. ഇത് മോമിന്റെ വിശ്വാസത്തിൽ വർധനവ് സൃഷ്ടിക്കുന്നു. अल्लाह ताला के फजल से इस तरह नाजिल होता അതോടൊപ്പം അള്ളാഹുവിന്റെ കൃപയാൽ മനുഷ്യൻ അത്ഭുതപ്പെടുന്ന വിധം ജമാഅത്തിനായി അനുഗ്രഹങ്ങൾ അവതരിക്കുന്നു. അള്ളാഹു के हवाले से कुरान करीम में വിശുദ്ധ ഖുർആനിൽ മസ്ജിദിനെ കുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. मयार कायम करने മസ്ജിദിനോടുള്ള ബഹുമാനത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനെ സംബന്ധിച്ചും പറയുന്നു. बारे में भी മസ്ജിദിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു. की खुसूसी മസ്ജിദിനെ ജനനിബിഡമാക്കുന്നവരുടെ പ്രത്യേകതകളെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു. जो आयत मैंने आपके सामने तिलावत की है, ഈ സമയത്ത് ഏതൊരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത്, അതിൽ മസ്ജിദ് ജനനിബിഡമാക്കുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്. अल्लाह ताला पर ആദ്യം ഈ കാര്യമാണ് പറയുന്നത്, മസ്ജിദിനെ ജനനിബിഡമാക്കുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. हम अल्लाह ताला पर ईमान लाते हैं। ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മതിയായതല്ല. कुछ मयार खुदा ताला ने इनको ഈ വിശ്വാസത്തിനും കുറച്ച് നിലവാരം അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. अगर ईमान के ये मयार അള്ളാഹു പറയുന്നു, വിശ്വാസത്തിന്റെ ഈ നിലവാരം കരസ്ഥമാണെങ്കിൽ वरना മാത്രമേ പരിപൂർണമായ സത്യവിശ്വാസിയാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം വിശ്വാസം അപൂർണമാണ്. कालतिल अराबु അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, का ईमान ले आए। കാലത്തിൽ അറാബു ആമന്ന, ബദവികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചു. അതായത് महरूम है
ബദവികൾ പ്രത്യക്ഷത്തിൽ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ശൂന്യരും താഴ്ന്ന നിലയിലുള്ളവരുമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തിലും അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും അവർക്ക് പുരോഗതി ലഭിച്ചിട്ടില്ല. അള്ളാഹു മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, വിശ്വസിച്ചു എന്ന് പറയാതെ പറയുന്നു, കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. അതായത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇവരോട് പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ അനുസരണം കാണിച്ചു എന്ന് പറയുക. ചില കാരണങ്ങളാൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കലിമ ഉച്ചരിച്ചതിന് ശേഷം വിശ്വാസത്തിൽ പുരോഗതി, അള്ളാഹുവുമായുള്ള ബന്ധം, അവനോടുള്ള ആരാധനയിൽ ശ്രദ്ധ, അള്ളാഹുവിന്റെ തൃപ്തിക്കായി എല്ലാവിധ ത്യാഗത്തിനുമായി തയ്യാറാവുകയും നൽകുകയും ചെയ്യുക, അവന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക. ഈ യഥാർത്ഥ വസ്തുതയാണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു വിശ്വാസിൽ ഉണ്ടായിത്തീരേണ്ടത്. പിന്നീട് കാലത്തിന്റെ ഇമാമിനെ അംഗീകരിച്ചതിന് ശേഷം ഒരു അഹമ്മദിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ആത്മീയ പുരോഗതി അനുദിനം പുതിയ പ്രഭ കാണിക്കുന്നതായിരിക്കണം. മനുഷ്യന് സ്വയം അനുഭവയോഗ്യമായിരിക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നു, തന്റെ പ്രവർത്തികൾ തന്റെ വിശ്വാസത്തിന് സാക്ഷ്യം പറയുമ്പോഴാണ് അവനെ മൂമിൻ എന്ന് പറയുന്നത്. അവിടെ ഹൃദയത്തിൽ ഈമാൻ എഴുതപ്പെടുന്നു. അള്ളാഹുവിനെയും അവന്റെ തൃപ്തിക്കും എല്ലാ വസ്തുക്കളിലും മുൻഗണന നൽകുന്നു. തഖ്വയും തഖ്വയുടെ അതികഠിന മാർഗങ്ങൾ സ്വായത്തമാക്കുന്നതിൽ അവന്റെ സ്നേഹത്തിൽ മുങ്ങിനി വരുന്നു. ഏതെല്ലാം വസ്തുക്കളാണോ ബിംബത്തെ പോലെ അള്ളാഹുവിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്, അത് സ്വഭാവ വൈകല്യമാകട്ടെ മടിയോ അലസതയോ ആകട്ടെ, എല്ലാം തന്നിൽ നിന്ന് ദൂരപ്പെടുത്തുന്നു. ഈ നിലവാരമാണ് നാം കരസ്ഥമാക്കേണ്ടത്. എപ്പോഴാണ് ഈ നിലവാരം കരസ്ഥമാകുന്നത്? നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഈ ഒരു വിശദീകരണം പറഞ്ഞിരിക്കുന്നു. തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗത്തെ അള്ളാഹുവിനു വേണ്ടി സ്വായത്തമാക്കുക. തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗത്തിന്റെ വിശദീകരണം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക, അവന്റെ സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുക, ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മുഴുവൻ അവയവങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുത്തുക. എവിടെയാണ് അവയവങ്ങളെ തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് തടയുന്നത്, അവിടെ തന്റെ ചിന്തയെയും എല്ലാ വിധേനയും പരിശുദ്ധീകരിച്ചു വെക്കേണ്ടതാണ്. അപ്പോഴാണ് നമസ്കാര സമയം അള്ളാഹുവിലേക്ക് ശ്രദ്ധയുണ്ടാവുന്നത്. അപ്പോഴാണ് നമസ്കാരം നിലനിർത്തപ്പെടുന്നത്. ചിന്തകൾ ഭൗതികവും ഭൗതിക അഭിരുചികളുമാണെങ്കിൽ നമസ്കാരങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുകയില്ല. പ്രത്യക്ഷത്തിൽ മനുഷ്യൻ നമസ്കരിക്കുകയായിരിക്കും, എന്നാൽ ചിന്തകൾ മറ്റൊരിടത്ത് ചുറ്റി നടക്കുകയായിരിക്കും. പിന്നീട് അദ്ദേഹം പറയുന്നു, അവനോടുള്ള, അതായത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ലയിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളിൽ പറയുന്നത്, അവന്റെ ഹൃദയം ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം വരെ മസ്ജിദിൽ തങ്ങി നിൽക്കുന്നതാണ്. അവൻ ഈ പ്രതീക്ഷയിലായിരിക്കും, അതായത് അടുത്ത നമസ്കാരത്തിന് സമയമായാൽ ഞാൻ പള്ളിയിലേക്ക് പോകുന്നതാണ്. ഭൗതിക ജോലികളും മനുഷ്യന് നിർബന്ധമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഈ കാര്യം നമ്മളോട് വിശദീകരിച്ചരുളിയിരിക്കുന്നു. ആരാണ് തന്റെ ജോലികളെ തന്റെ ഉത്തരവാദിത്വത്തിലുള്ളത് അതിന്റെ കടമ നിറവേറ്റുന്നില്ല എങ്കിൽ അതും ചോദിക്കപ്പെടുന്നതാണ്. അത് കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, കൃഷിപ്പണിയാകട്ടെ, എന്തുമാകട്ടെ. എന്നാൽ ഈ ഭൗതിക ജോലികൾക്കിടയിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതാണ്. അള്ളാഹുവിനെ ഓർമ്മ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ്, ഈ ഭൗതിക ജോലിയും ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിർവഹിക്കുന്നത്. തന്മൂലം വിശ്വാസ്യതയോടുകൂടി അതിന്റെ കടമ നിർവഹിക്കുന്നതിനായി മനുഷ്യൻ പരിശ്രമിക്കുന്നു, അതായത് തന്റെ ജോലിയിൽ. എല്ലാവിധ തിന്മകളിൽ നിന്നും അനുവദനീയമല്ലാത്ത പ്രതിഫലത്തിൽ നിന്നും
രക്ഷ നേടാനായി മനുഷ്യൻ പരിശ്രമിക്കുന്നു. ഒരു വിശ്വാസിയുടെ ഭൗതിക കച്ചവടവും दीन बन जाता है। ദീനിയായി മാറുന്നു. उसकी रजा हर वक्त पेश नजर അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അവന്റെ തൃപ്തി എല്ലായ്പ്പോഴും ലക്ഷ്യമായി നിലനിൽക്കുന്നു. സഹാബാക്കൾ നമ്മുടെ മുന്നിൽ മാതൃക നിലനാട്ടിപ്പോയവർ. हज उठाने അവർ നിശ്ചിത സമയത്തേക്ക് മാത്രം നാം ഏറ്റെടുക്കാതെ പ്രശംസിക്കുന്നതിനു വേണ്ടി മാത്രമല്ല, उनकी तो खुदा ताला അവർക്ക് നമ്മുടെ പ്രശംസയുടെ യാതൊരു ആവശ്യവുമില്ല. ताला से അവരെ അള്ളാഹു പ്രശംസിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിച്ചു. जिससे खुदा ताला അള്ളാഹു അവരിൽ തൃപ്തനായി. राजी हो जाए അതുകൊണ്ട് ആരിലാണ് അള്ളാഹു തൃപ്തനാകുന്നത്? कि उसकी तारीफ की जाए। അവന് ഒരു ദാസന്റെയും പ്രശംസയുടെ ആവശ്യമില്ല. എന്നാൽ ഈ മാതൃകൾ നമ്മളോട് പറയുന്നത്, अल्लाह ताला की मोहब्बत को നിങ്ങൾ അവരുടെ മാതൃകയെ പിൻപറ്റുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ സ്നേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കച്ചവട ജീവിതം നയിക്കുകയാണെങ്കിൽ, तुम्हें भी अपनी रजा അള്ളാഹു चलने वालों നിങ്ങളെയും തന്റെ തൃപ്തിയുടെ മാർഗത്തിൽ ചലിക്കുന്നവരായി പരിഗണിക്കുന്നതാണ്. बस मसीह मौद इस्लाम ने फरमाया कि अगर ईमान ഹസ്രത്ത് മസീമൂദ് അലൈഹിസ്സലാം അരുൾ ചെയ്യുന്നു, വിശ്വാസത്തിന്റെ നിലവാരം तो अपने अखलाक भी बुलंद करो। കരഗതമാകണമെങ്കിൽ अखलाक की बुलंद തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ ഉയർത്തുക. बात की अदायगी से സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഉന്നതി സൃഷ്ടികളോടുള്ള കടമ നിർവഹണത്തിലൂടെയാണ് മനസ്സിലാകുന്നത്. नमाजें पढ़ लेना और अपने യഥാർത്ഥത്തിൽ നമസ്കരിക്കുകയോ अदा कर देना ही തന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റലോ മാത്രമല്ല, बल्कि अपने അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരികയും വിശ്വാസം കരസ്ഥമാക്കുകയും ചെയ്യുന്നത്, മറിച്ച് अदायगी भी एक ईमान का दावा करने वाले के लिए इंतहाई തന്റെ സമൂഹത്തോടുള്ള കടമ പൂർത്തിയാക്കുക എന്നതും വിശ്വസിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർക്ക് വളരെയും നിർബന്ധമാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, മടിയുടെയും അലസതയുടെയും അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുക. अल्लाह ताला से दूर ले जाती है। ഇതും അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു. ना पढ़ने वालों से जब वजह पूछो ഭൂരിപക്ഷ വിഭാഗത്തോട് 5 നേരം നമസ്കരിക്കാത്തതിന്റെ കാരണം ചോദിക്കുന്നതായാൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. सुस्ती और लापरवाही का ही बताते हैं। അവരുടെ മറുപടി അലസ്തതയുടെയും അശ്രദ്ധയുടെയും കാരണമാണ് പറയുന്നത്. खुदा ताला की मोहब्बत से भी गाफिल करती हैं। ഈ അലസ്തത അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ അശ്രദ്ധയുണ്ടാക്കുന്നു. ഈ അശ്രദ്ധ സാവധാനത്തിൽ ദീനിൽ നിന്നും വിദൂരപ്പെടുത്തുന്നു. अल्लाह ताला के അവസാനം ഭയം, हुजूर पेश होने അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകണമെന്ന ഭയം इसलिए अल्लाह ताला ने ഇല്ലാതാകുന്നു. मस्जिदों को आबाद करने वालों അതുകൊണ്ടാണ് आखिरत पर ईमान भी बताई। അള്ളാഹു മസ്ജിദിനെ ജനനിബിഡമാക്കുന്നവരുടെ അടയാളമായി उनका बदला അന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. खालिसतन खुदा ताला की रजा के ഈ ജീവിതത്തിൽ ചെയ്തു തീർത്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ആഖിറത്തിൽ ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആരാധന മുറകൾ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിൽ ദൃഢവിശ്വാസം, നേരായ മാർഗം പ്രാപിച്ചവരിൽ അംഗത്വം എന്നിവയാണ് അള്ളാഹു നൽകുന്ന സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കുന്നത്. പറയുന്നു അള്ളാഹുവിന്റെ പള്ളികൾ ജനനിബിഡമാക്കുന്നവർ हैं। 5 वक्त मस्जिद में आते हैं, उसका हक अदा करते നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത കരസ്ഥമാക്കുന്നു. 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് അതിന്റെ കടമ നിർവഹിക്കുന്നു. അവിടെ ധനത്യാഗവും ചെയ്യുന്നവരുമുണ്ടാകുന്നു. അള്ളാഹുവിന്റെ തൃപ്തിയെ ആകർഷിക്കാനായി ധനത്യാഗം ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് ധനത്യാഗത്തിന്റെ കാര്യത്തിൽ हैं। गैर मामूली कुर्बानी करने वाली कम से कम एक ശ്രദ്ധാർഹമായ നിലയിൽ ത്യാഗം ചെയ്യുന്നു. मामूली कुर्बानी करने वाला കുറഞ്ഞത് ഒരു വിഭാഗം അസാധാരണ നിലയിൽ ത്യാഗം ചെയ്യുന്നു. ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്കും ചില വ്യക്തികൾ ലക്ഷക്കണക്കിന് ഡോളറുടെ ത്യാഗം ചെയ്യുകയുണ്ടായി. മസ്ജിദുകൾക്കായി മറ്റ് അനഹമതി മുസ്ലിങ്ങളും ത്യാഗങ്ങളിൽ മുന്നേറുന്നു. अहमदी എന്നാൽ ये है कि वो मुस्तकिल चंदों की അഹമ്മദിയുടെ പ്രത്യേകത എന്നത് और फिर तहरीकात में भी അവൻ നിരന്തരമായി ചന്ത നൽകുന്നത് കൂടാതെ പദ്ധതികളിൽ തന്റെ വിഹിതവും നൽകുന്നു. बहुत अहमियत रखती हैं और खास तौर ഈ അർത്ഥത്തിൽ അവരുടെ ത്യാഗം വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രധാനമായും ഇന്നുള്ള ഭൗതിക കാലഘട്ടത്തിലും ഉപജീവനത്തിനായുള്ള ബന്ധപ്പാടിലും इन सब कुर्बानी करने वालों के അള്ളാഹു बेइंतहा बरकत डाले। ഈ ധനത്യാഗം ചെയ്യുന്നവരുടെ സമ്പത്തിൽ അളവറ്റ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. एक अमल
എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു നന്മയിലൂടെ മാത്രം തഖ്വയുടെ നിലവാരം പ്രാപ്തമാവുകയില്ല, അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണതയിലെത്തുകയില്ല. എന്നാൽ ഒരു വിശ്വാസി ഹുക്കൂഖുല്ലാഹ് ഹുക്കൂഖുൽ ഇബാദ് എന്നീ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസം കരസ്ഥമാക്കുന്നവരുടെ അടയാളങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ചുരുക്കി പറയുന്നതാണ്. എന്തെന്നാൽ ഈ കാര്യങ്ങളെ സ്വായത്തമാക്കിയാലാണ് യഥാർത്ഥ നേർമാർഗം കരസ്ഥമാക്കിയ മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത്, മസ്ജിദിന്റെ കടമകൾ നിർവഹിക്കുന്ന മനുഷ്യനായി മാറുന്നത്. പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതായത് സത്യവിശ്വാസികളാകട്ടെ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, സ്നേഹത്തിന്റെ പരമോന്നത സ്ഥാനം ഇബാദത്താകുന്നു. അതിനാൽ മുഹബ്ബത്ത് എന്ന പദം അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ഇബാദത്തിന്റെ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യൻ അള്ളാഹുവിനെ ഭയമുണ്ടാകുന്ന നിലയിൽ ഭയപ്പെടുക. അള്ളാഹുവിനോടുള്ള ഭയം മനുഷ്യനെ പരിശുദ്ധിയുടെ ഉറവയിലേക്ക് നയിക്കുന്നു. അവന്റെ ആത്മാവ് ഉല്ലാസവതനായിക്കൊണ്ട് ഉന്നതിയിലേക്ക് ഒഴുകി അടുക്കുന്നു. ദാസത്വത്തിന്റെ യഥാർത്ഥ നിറം അവനിൽ നിന്ന് പ്രകടമാകുന്നു. ഒരു ഭയമിതാണ്. അള്ളാഹുവിനോടുള്ള ഭയത്താൽ ഹൃദയം ഒരുകി അവന്റെ മുന്നിൽ കുമ്പിടുന്ന മനുഷ്യനായി മാറുന്നു. അവനോടുള്ള ആരാധനയിൽ കടമ നിർവഹിക്കുന്നവനായി മാറുന്നു. യഥാർത്ഥ ദാസനാകുന്നതിനായി പരിശ്രമിക്കുന്നു. പറയുന്നു, ഇബാദത്തിന്റെ രണ്ടാമത്തെ അവസ്ഥ, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കേണ്ട രീതിയിൽ അവനെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ദുനിയാവിലെ എല്ലാവിധ സ്നേഹത്തെയും നാശമടയുന്നതും രണ്ടാമതുള്ളതാണെന്നും മനസ്സിലാക്കി യഥാർത്ഥ പ്രേമവാചം അള്ളാഹു ആകുന്നു എന്ന് വിചാരിക്കലാണ്. ഈ രണ്ട് കടമകളാണ് അള്ളാഹു തനിക്കായി മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് വിധത്തിലുള്ള കടമകളും നിർവഹിക്കുന്നതിനായി എല്ലാ ആരാധനകളും തന്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ഉൾക്കൊള്ളുന്നു. എന്നാൽ ഇസ്ലാം രണ്ട് പ്രത്യേക അവസ്ഥകളെ ആരാധനയ്ക്കായി നിർണയിച്ചിരിക്കുന്നു. ഭയവും സ്നേഹവും രണ്ടവസ്ഥകളാണ്. പ്രത്യക്ഷത്തിൽ ഇവയുടെ ഒത്തുചേരൽ അസംഭവ്യമായി കാണുന്നു. ഒരു മനുഷ്യൻ ഒന്നിനെ ഭയക്കുകയും അതിനെ എങ്ങനെയാണ് സ്നേഹിക്കുക? എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രത്യേക നിറം ഉൾക്കൊള്ളുന്നു. എത്രമാത്രം മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഭയത്തിൽ പുരോഗമിക്കുന്നുവോ അത്രമാത്രം സ്നേഹത്തിൽ പുരോഗതി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എത്രമാത്രം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ പുരോഗതി കൈവരിക്കുന്നുവോ അത്രമാത്രം അള്ളാഹുവിനോടുള്ള ഭയം അതിജയിച്ച് തിന്മയിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും വെറുപ്പ് സൃഷ്ടിച്ച് പരിശുദ്ധിയിലേക്ക് ആനയിക്കുന്നു. ഈ ഒരു സ്ഥാനമാണ് ഒരു വിശ്വാസിക്ക് കരസ്ഥമാകാനുള്ളത്. സ്നേഹത്തിനു ശേഷം അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചും പറയുന്നു. ഭയത്തിനായി നമസ്കാരവും സ്നേഹപ്രകടനത്തിനായി ഹജ്ജും നിർണയിച്ചിരിക്കുന്നു. വളരെ വലിയ വിഷയമാണ്. എന്തായാലും ഈ സ്ഥാനം ഒരു വിശ്വാസിക്ക് കരസ്ഥമാക്കേണ്ടത് നിർബന്ധമാണ്. അള്ളാഹുവിനോടുള്ള ഭയം അവന്റെ സ്നേഹത്തെ സ്വായത്തമാക്കാനുള്ള മാർഗമായി മാറുന്നു. ഈ സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ ദാസനായി രൂപാന്തരപ്പെടുന്നു. മസ്ജിദിനോടുള്ള കടമ നിർവഹിക്കുന്നവനായി മാറുന്നു. ഈ സ്ഥാനമാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്നിൽ വിശ്വസിക്കുന്ന ഏവരിലും ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം തങ്ങളെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് നിർബന്ധമാണ്. എത്രമാത്രം നാം അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നവരാണ്? എത്രമാത്രം നാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ വാദത്തിൽ പരിപൂർണമായി ഇറങ്ങിച്ചെല്ലുന്നവരാണ്? എത്രമാത്രം നാം പരസ്പരം തങ്ങളുടെ കടമ നിറവേറ്റുന്നവരാണ്? എന്തെന്നാൽ ആരാധനയോടുള്ള കടമ തഖ്വയില്ലാതെ സാധ്യമല്ല. തഖ്വ അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും പ്രാവർത്തികമാക്കാതെ ലഭിക്കുന്നതുമല്ല. അള്ളാഹു നമ്മുടെ സംസ്കരണത്തിനായി വിശുദ്ധ ഖുർആനിൽ അളവറ്റ കൽപ്പനകൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവ പ്രാവർത്തികമാക്കാൻ മുഅ്മിനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൻ നേർമാർഗം സിദ്ധിച്ചവനായി പറയപ്പെടുന്നത്. ചില കൽപ്പനകളുടെ കാര്യം പറയുന്നതിന് മുമ്പായി ഞാൻ മറ്റൊരു കാര്യം വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു ഈ വചനത്തിൽ പറയുന്നു,
ഞാൻ ആദ്യം പാരായണം ചെയ്തിരുന്നു, തിലാവത്ത് ചെയ്തിരുന്നു. ഫഅസാ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ. यानी बस करीब है कि लोग हिदायत याफ्ता लोगों में शुमार किए जाएं। അതായത് അത്തരക്കാർ നേർമാർഗം പ്രാപിക്കുന്നവരിൽപ്പെട്ടവരായേക്കാം. ഇതിന്റെ അർത്ഥം ഈ നന്മ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഹിദായത്ത് ലഭിക്കുന്നതാണ്. शायद वाली बात हो। നന്മ നിറഞ്ഞ ഉദ്ദേശത്തോടെ ചെയ്താലും ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല. മറിച്ച് നിഘണ്ടുക്കളുടെ വീക്ഷണത്തിൽ ഗസ എന്ന പദം അള്ളാഹുവിനായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹു അങ്ങനെയുള്ളവർക്ക് എല്ലാ രീതിയിലും വിശ്വാസത്തിൽ അടിയുറച്ചവരാണെങ്കിൽ സക്കാത്ത് നൽകുന്നതിലും ധനത്യാഗം ചെയ്യുന്നതിലും അള്ളാഹുവിന്റെ തൃപ്തിക്കായി പങ്കാളികളാവുകയാണെങ്കിൽ, അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഭൗതിക വസ്തുവിനോട് ഭയമില്ലെങ്കിൽ അവർ തീർച്ചയായും അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഹിദായത്ത് കരസ്ഥമാക്കിയവരാണ്. അവരുടെ മസ്ജിദിലേക്കുള്ള ആഗമനവും നമസ്കരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനയിലെ പ്രാവർത്തികമാക്കലും അവരെ തഖ്വയിലും ഈമാനിലും വർധനവ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. तकवा के बुलंद होते चले जाएंगे। അവരുടെ നിലവാരം किस्मतें हम തഖ്വയുടെ ഉന്നതിയിൽ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് നാം സൗഭാഗ്യവാന്മാരാണ്. याफ्ता बनकर നമ്മുടെ इടയിൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ तरक्की कर रहे हैं। ഹിദായത്ത് കരസ്ഥമാക്കിക്കൊണ്ട് അവന്റെ സാമീപ്യത്തിൽ പുരോഗതി കൈവരിക്കുന്നവർ. मुतल्लिक़ अर्ज कर दूं जो खुदा ताला ने हम पर डाली हैं। ചില ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും പറയാം. അള്ളാഹു നമ്മുടെ മേൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ആജ്ഞ നൽകിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. लोगों के फायदा के लिए पैदा किया അതായത് നിങ്ങൾ ഉത്കൃഷ്ട സമുദായമാകുന്നു, ജനങ്ങളുടെ ഉപകാരങ്ങൾക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നു, തിന്മയെ തടയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. की खूबियां बयान की गई। ഈ വചനത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ പ്രത്യേകതകളാണ് വിവരിച്ചിരിക്കുന്നത്. തിന്മയെ തടയുന്നവനാണ്, നന്മ ഉപദേശിക്കുന്നവനാണ്. ഈ ജോലി ഏതുവരെ മനുഷ്യൻ തന്റെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെയായിത്തീരുന്നില്ലയോ അതുവരെ സാധ്യമല്ല. से मुख्तलिफ हैं। നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾക്ക് വിപരീതമാണെങ്കിൽ നമ്മുടെ अपने पर अपने जो लोग हैं उन पर भी हमारी बातों के असर नहीं होगा। സ്വന്തം ജനങ്ങളിലും യാതൊരുവിധ പ്രതികരണവും സൃഷ്ടിക്കുന്നതല്ല. मस्जिद के बनने से പിന്നെ അന്യരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. के रास्ते ഈ മസ്ജിദ് നിർമ്മാണത്തിലൂടെ ഞാൻ പറഞ്ഞതുപോലെ തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കുന്നതാണ്. हमारे अमल ऐसे नहीं എന്നാൽ अल्लाह ने बयान फरमाए हैं। നമ്മുടെ പ്രവൃത്തി അള്ളാഹു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ना हमारा ईमान, നാം ഉത്കൃഷ്ട സമുദായമാവുകയില്ല. हमारी नमाजें, നമ്മുടെ വിശ്വാസം അള്ളാഹുവിലുമല്ല. ना हमारी നമ്മുടെ നമസ്കാരങ്ങൾ ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല. हाँ कबूल നമ്മുടെ ധനത്യാഗവും അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വീകാര്യതയുള്ളതുമല്ല. का खौफ रखने वाले നമ്മുടെ വാദവും സത്യമല്ല. അതായത് നാം അള്ളാഹുവിനെ ഭയക്കുന്നവരാണ്. अपने आप को അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തന്നെ പ്രാപ്തനാക്കുക എന്നത് നമുക്കായുള്ള അതിപ്രധാനമായ ഒന്നാമത്തെ നിബന്ധനയാകുന്നു, के वकूलु लिन्नास से ഒന്നാമത്തെ ആവശ്യകതയാകുന്നു. അള്ളാഹുവിന്റെ ഒരു ആജ്ഞയാണ് ഫഖൂൽ ലിന്നാസി ഹുസ്ന. वकूलु लिन्नास से हसना, सही लफ्ज़ हसना ही है ना। ഫഖൂലു ലിന്നാസി ഹുസ്ന. सॉरी, वकूलु लिन्नास से हुस्ना, कि लोगों से नरमी और ഫഖൂലു ലിന്നാസി ഹുസ്ന. बात करें। ജനങ്ങളോട് എളിമയോടും വിനയത്തോടും സംസാരിക്കുക. इजहार तो हमारा आपस में ഇതിന്റെ ഒന്നാമത്തെ സാക്ഷാത്കാരം നമുക്ക് പരസ്പരമുണ്ടായിരിക്കണം. പ്രധാനമായും ഭാരവാഹികൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. तबलीग से पहले तो हमने अपनी തബ്ലീഗിന് മുമ്പായി നാം നമ്മുടെ മസ്ജിദുകളെ तालीम से भरना है। ഇങ്ങനെയുള്ള ആളുകളാൽ സാത്വികരായ ആരാധകരെ കൊണ്ട് നിറയ്ക്കുക. इसकी इबादत का हक अदा करने वाले അവർ അള്ളാഹുവിനായി बाज़ दफ़ा അവനോടുള്ള ആരാധനയുടെ കടമകൾ നിറവേറ്റുന്നവരായിരിക്കണം. എന്നാൽ ചില അവസരങ്ങളിൽ പരാതികൾ വരുന്നു. ചില ഭാരവാഹികൾ തങ്ങളുടെ രീതി മോശമായി വെക്കുന്നു. തന്റെ പരിധിയിൽ തങ്ങളെ നന്മയിൽ ഏറ്റവും മുന്നിലെന്ന് കരുതി മറ്റുള്ളവരോട് സംസാരിക്കുന്നു. पहुंचाने का बायस बन जाते हैं। അങ്ങനെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിന് ഹേതുവായിത്തീരുന്നു. ऐसे लोग പിന്നീട് അവരെ ജമാഅത്തിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ളവർ പള്ളികളെ ജനനിബിഡമാക്കുന്നതിന് പകരം बायस बन रहे होते
അതിനെ खैर उम्मत के लिए വിജനമാക്കുന്നവരായി മാറുന്നു. അതുകൊണ്ട് फिर जैसा कि मैं ഉത്കൃഷ്ട സമുദായത്തിനായി ഏറ്റവും ആദ്യം സ്വയം സംസ്കരണത്തിന്റെ അനിവാര്യതയാണുള്ളത്. ഏതുപോലെ എല്ലായ്പ്പോഴും നടന്നു വരുന്നത് പോലെ മസ്ജിദിനോടൊപ്പം തബ്ലീഗിന്റെ മാർഗവും തുറക്കപ്പെടുന്നു. ഇവിടെയും ഇൻഷാ അല്ലാ തുറക്കപ്പെടുന്നതാണ്. के लिए आने ജനങ്ങളിൽ മസ്ജിദ് കാണാൻ വരുന്നവരിൽ, बाद में अपने माहौल में भी തങ്ങളുടെ ഹൽക്കയിലുള്ളവരിൽ, തങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവരിലും ഈ മാറ്റത്തെ നിലനിർത്തുക, और उसे मजबूत तर करते चले जाएं कि अहमदी कहा അതിനെ ദൃഢപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അഹമ്മദികളുടെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ നേട്ടത്തിനായാണുള്ളത്. ഈ ഒരു നിലവാരമാണ് ഭൂമിയിൽ അഹമ്മദികൾ സ്ഥാപിക്കേണ്ടത്. ഇസ്ലാമും വിശുദ്ധ ഖുർആനും अपने फायदे के बजाय ഈ അധ്യാപനങ്ങളാണ്. वो फायदा सोचते हैं। നാം നമ്മുടെ പ്രയോജനത്തിന് പകരം മറ്റുള്ളവരുടെ നേട്ടമാണ് കാംക്ഷിക്കുന്നത്. रंग में इसका इजहार കാംക്ഷിക്കുക മാത്രമല്ല മറിച്ച് പ്രവർത്തന രൂപേണ അതിനെ വെളിപ്പെടുത്തുന്നു. मजीद देखें ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം ഈ വെളിപ്പെടുത്തൽ വലിയ നിലയിൽ കാണപ്പെടുന്നതാണ്. बाद ऐसे ऐसे അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കുന്നു. ചില അസംഭവ്യമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. अपनी कोशिशों से नहीं हो सकते और यहाँ നമ്മുടെ പരിശ്രമത്തിലൂടെ സാധ്യമാകുന്നതല്ല. होंगे ഇവിടെയും നാം കാണുന്നതാണ്. ഈ വിധത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഈ ബന്ധങ്ങളെ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്താൽ गुरवीता बना लें इन राब्तों को। जैसा कि मैंने कहा ഈ ബന്ധത്തെ കൂട്ടിക്കുറപ്പിക്കുക. ഞാൻ പറഞ്ഞതുപോലെ मोहब्बत और प्यार നിങ്ങളുടെ പരസ്പര ബന്ധത്തിൽ സ്നേഹവും മമതയും की रसूला के उसूल के लिए बढ़ते चले जाने वाला അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. तबलीग के लिए ഈ വശത്തേക്കും പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. തബ്ലീഗിനായി ഇത് നിർബന്ധമാണ്. ജമാഅത്തിന്റെ ദൃഢതയ്ക്കു വേണ്ടിയും ഇത് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയെ ഉൾക്കൊള്ളുന്നതിനും ഇത് നിർബന്ധമാണ്. അള്ളാഹു ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടെ ജമാഅത്ത് अल्लाह ताला के अहकामात पर अमल करने ആന്തരിക നിലയിലും ദൃഢത കൈവരിക്കുന്നവരായി തീരട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. മസ്ജിദുകളെ ജനനിബിഡമാക്കുന്നവരായി മാറട്ടെ. നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയവും एक मोमिन से നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയ മസ്ജിദുമായി ബന്ധപ്പെട്ടിരുന്നത് പോലെയായി अल्लाह ताला की തീരട്ടെ. ഒരു വിശ്വാസിയിൽ അദ്ദേഹം പ്രതീക്ഷ വച്ചിരിക്കുന്നത് പോലെ ഈ മസ്ജിദ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സ്വരുക്കൂട്ടുന്നതായി മാറട്ടെ. ഇതിന്റെ പ്രഭ ഇവിടെ വരുന്ന ഓരോരുത്തരിൽ നിന്നും ഉളവാകട്ടെ. से खुलते चले തബ്ലീഗിന്റെ പുതിയ പുതിയ മാർഗങ്ങൾ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടെ തുറക്കുമാറാകട്ടെ. यहाँ जानने वालों को മസ്ജിദിന്റെ ചില വിവരങ്ങൾ रखते हो लेकिन बाहर की दुनिया ഇവിടെ അറിയുന്നവരിൽ ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കാം. പുറമെയുള്ള രാജ്യക്കാരിൽ താല്പര്യമുള്ളതാണ്. അതിനാൽ പറയുന്നതാണ്. उस मस्जिद की तामीर का ऐलान तो 1997 में ഈ മസ്ജിദിന്റെ നിർമ്മാണ വിളംബരം रहमान नाम 1997 ഖലീഫത്തുൽ മസി റാബി റഹ്മുല്ല നിർവഹിച്ചു. അതിന് ബൈത്തുർ റഹ്മാൻ നാമകരണവും ചെയ്തിരുന്നു. ഇതിന് മുഴുവൻ 3.25 ഏക്കറാണ്. जो है 33,419 मुरब्बा फुट है। 23,000 സ്ക്വയർ ഫീറ്റ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇരുനില കെട്ടിടമാണ്. കുംഭയുടെ ഉയരം 47 അടിയാണ്. മിനാരയുടെ ഉയരം 67 അടിയാണ്. जो है मर्दों और औरतों का मिला हुआ है। ഇപ്പോൾ 2 ഹാളുകളിലായി പുരുഷന്മാരും സ്ത്രീകളുമാണ്. 2 ഹാളുകളുടെയും വിസ്താരം और 1050 6800 സ്ക്വയർ ഫീറ്റ് ആണ്. 1050 ആളുകൾക്ക് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. पार्किंग के लिए भी काफी वसी पार्किंग है। 140 कारों की जगह പാർക്കിങ്ങിനായി വളരെയധികം സ്ഥലമുണ്ട്. 150 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. जिसमें 10 മൾട്ടിപർപ്പസ് ഹാളിൽ ഉണ്ട്. 132 अफराद അതിൽ 1050 ആളുകൾക്ക് 1132 മസ്ജിദിലും 1050 മൾട്ടിപർപ്പസ് ഹാളിൽ നമസ്കരിക്കാവുന്നതാണ്. അതായത് 2000-ൽ ലൈബ്രറി ഉണ്ട്. തബ്ലീഗിനായി ഒരു സെന്റർ ഉണ്ട്. കിച്ചനുണ്ട്. ഹോം സർവീസിനുള്ള സംവിധാനമുണ്ട്. फातर हैं, बोर्ड रूम है, मिशन 4 ക്ലാസ് റൂമുകളുണ്ട്. ഓഫീസുകളുണ്ട്. ബോർഡ് റൂം, മിഷണറിക്കുള്ള താമസ സൗകര്യം, മിഷൻ ഹൗസ്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. और बड़ी खूबसूरत बाहर की कैलीग्राफी भी यहाँ हुई है। വളരെ മനോഹരമായി പുറത്തുള്ള ടെലിഗ്രാഫി പ്രവർത്തിച്ചിരിക്കുന്നു. കൂടാതെ
बता दी हैं। പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. इसका खर्च तकरीबन ഇതിന്റെ ചെലവ് खर्च शामिल होने की वजह ഏകദേശം ചില അധിക ചെലവ് വന്ന കാരണത്താൽ से अल्लाह ताला $8.5 മില്യൺ ആയിരിക്കുന്നു. അള്ളാഹു ഈ മസ്ജിദിന് എല്ലാ രീതിയിലും അനുഗ്രഹത്തിന് ഹേതുവാക്കട്ടെ. मसीह इस्लाम को पढ़ना चाहता हूँ। അവസാനമായി ഒരു ചെറിയ ഉദ്ധരണി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അരുളി ചെയ്തു, മസ്ജിദിന്റെ യഥാർത്ഥ മനോഹാരിത കെട്ടിടവുമായല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അതിലെ നമസ്കരിക്കുന്നവരുമായാണ്. रसूल करीम ആത്മാർത്ഥതയോടെ നമസ്കാരം നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഈ മസ്ജിദുകൾ വിജനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മസ്ജിദ് വളരെ ചെറുതായിരുന്നു. ഈന്തപ്പന ഇല കൊണ്ടാണ് അതിന്റെ മേൽക്കൂര പണിതിരുന്നത്. മഴയുടെ സമയത്ത് മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുമായിരുന്നു. മസ്ജിദിന്റെ ഭംഗി നമസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഭൗതികർ ഒരു മസ്ജിദ് പണി കഴിച്ചിരുന്നു. അള്ളാഹുവിന്റെ ആജ്ഞയാൽ അത് തകർക്കപ്പെട്ടു. ആ മസ്ജിദിന്റെ പേര് മസ്ജിദ് സിറാർ എന്നായിരുന്നു, അതായത് മണ്ണിന്റെ ഭാഗം. ഈ മസ്ജിദിന്റെ സ്ഥലം മണ്ണിൽ ലയിപ്പിച്ചു. മസ്ജിദുകളെ സംബന്ധിച്ചുള്ള ആജ്ഞ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുക. ഈ കാര്യം എല്ലാ അഹമ്മദികളും മുന്നിൽ വെക്കേണ്ടതാണ്. പറയുന്നു, ജമാഅത്തിന്റെ തങ്ങളുടെ മസ്ജിദ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ തങ്ങളുടെ ജമാഅത്തിൽ ഇമാം ഉണ്ടായിരിക്കണം. പ്രഭാഷണങ്ങൾ മുതലായ നടത്തുക. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മസ്ജിദ് ജമാഅത്തായി നമസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. ജമാഅത്തിലും ഐക്യത്തിലും വലിയ അനുഗ്രഹം അടങ്ങിയിരിക്കുന്നു. ഏകാന്തതയിൽ നിന്ന് കലഹങ്ങൾ ഉടലെടുക്കുന്നു. ഈ സമയം ഓരോരുത്തർക്കും ഐക്യവും ഓരോരുത്തരും ഏകത്വം വളരെ പ്രാധാന്യം നൽകേണ്ട സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുകയാണ് വേണ്ടത്. ഇത് കലഹത്തിന് ഹേതുവാകുന്നു. അല്ലാഹു നാം ഏവർക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.